ാണോ ഇറങ്ങിയത്? കളിയിക്കാവിള ദീപു കൊലപാതകം സിനിമാ കഥയെ പോലും വെല്ലുന്ന തിരക്കഥയാണ്. സ്ഥിരമായി മുണ്ടും ഷർട്ടും ഇടുന്ന കൊലയാളി അമ്പിളി അന്നേ ദിവസം എത്തിയത് പാൻസുമിട്ട്. ഡിജിറ്റൽ തെളിവുകൾ കിട്ടാതിരിക്കാൻ ഫോൺ പോലും എടുത്തില്ല. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാലിന് മുടന്തുള്ളതായി അഭിനയിച്ചു. കൊലപ്പെടുത്തിയ രീതി പോലും ഒരു പ്രൊഫഷണൽ കില്ലറുടേതിന് സമാനം. വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് ദീപുവിനെ ക്ലോറോഫോം ഉപയോഗിച്ച് മണപ്പിച്ച ശേഷം കഴുത്തറത്തു. പിന്നീട് പോലീസിന് പിടികൊടുത്തതുപോലും മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് പ്രകാരം. എന്നാൽ ആരാണ് കൊലയാളിയായ അമ്പിളിക്ക് പിന്നിൽ? പാറശാല സ്വദേശി സുനിലാണോ മുഖ്യ സൂത്രധാരൻ? നാടിനെ നടുക്കിയ കളിയിക്കാവിള കൊലക്കേസ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കാറിനുള്ളിട്ട് കൊലപ്പെടുത്തിയ സംഭവം കൊട്ടേഷൻ കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. പാറശാല സ്വദേശി സുനിൽ നൽകിയ കൊട്ടേഷൻ നടപ്പിലാക്കിയെന്നാണ് പ്രതിയായ അമ്പിളി എന്ന സജികുമാർ നൽകിയ മൊഴി. ഇയാളാണ് കൊലപാതകം നടത്താനുള്ള ബ്ലേഡും ക്ലോറോഫോമും നൽകിയത്. കൊല്ലപ്പെട്ട ദീപുവിൻ്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയതെന്ന വിചിത്ര മൊഴിയായിരുന്നു ഇയാൾ ആദ്യം നൽകിയതെങ്കിൽ പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യൽ പ്രതിയെ കുടുക്കി. പിന്നാലെ പോലീസിനെ കബളിപ്പിച്ച അമ്പിളിയുടെ ഭാര്യയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊട്ടേഷൻ നൽകിയതെന്ന് സംശയിക്കുന്ന സുനിൽകുമാറിനായി പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സൂചന. രാത്രി 7 മണിയോടെയാണ് പ്രതി അമ്പിളിയെ കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. വിശദമായ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അന്വേഷണ സംഘം നടത്തിയത്. അമ്പിളി ഒറ്റയ്ക്കാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അവിടെ കൊലപാതകം നടത്തി ദീപുവിൻ്റെ കൊലപാതകം നടത്തുമ്പോൾ മറ്റാരുടെയും സഹായം വാഹനത്തിനുള്ളിൽ ലഭിച്ചിരുന്നില്ല എന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ കുറച്ച് തെളിവുകൾ, മറ്റ് ചില തെളിവുകൾ, അമ്പിളിയുടെ ഫോൺ കോളുകൾ ഇതെല്ലാം പരിശോധിച്ചപ്പോഴാണ് പാറശാല സ്വദേശിയായ ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമയെക്കുറിച്ചുള്ള സുനിലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. സുനിലാണ് ഈ തരത്തിൽ അമ്പിളിക്ക് ഈ കൊലപാതകം നടത്താനുള്ള ആയുധങ്ങൾ നൽകിയത്. കത്തിയും സർജിക്കൽ ബ്ലേഡും അതോടൊപ്പം തന്നെ ക്ലോറോഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് സുനിലാണെന്ന വിവരം പുറത്തു വന്നു. സുനിലും അമ്പിളിയുമായി നടത്തിയ ഗൂഢാലോചന, ഇത് എവിടെയാണ് ഈ ഗൂഢാലോചന നടന്നത്? ദീപുവിൻ്റെ തമിഴ്നാട്ടിലേക്ക് പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര, അത് മനസ്സിലാക്കി പണം തട്ടുക എന്നത് തന്നെയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്ന കാര്യത്തിനും ഇതിനകം സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ആയുധത്തിന് ഉപയോഗിച്ച് ആദ്യം കത്തികൊണ്ട് കഴുത്തറക്കാനുള്ള ശ്രമമായിരുന്നു. മയക്കിയ ശേഷം കത്തികൊണ്ട് കഴുത്തറക്കാനുള്ള ശ്രമം, അവിടെ കത്തി ഒടിയുന്നു. പിന്നീടാണ് ഈ ബ്ലേഡ് ഉപയോഗിച്ചത്. ഈ കൊലയ്ക്ക് ശേഷം പ്രതി തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ, അമ്പിളിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ. അതിൽ വളരെ വ്യക്തമാണ് ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെല്ലുകയും പടന്താലിമൂട്ടിലുള്ള മെഡിക്കൽ സ്റ്റോറാണ്. കൊലപാതകത്തിന് ശേഷം അവിടെ എത്തി അവിടുത്തെ ജീവനക്കാരനോട് ഓട്ടോയോ ടാക്സിയോ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കളിയിക്കാവിളയിലേക്ക് പോകുന്നതിന് വേണ്ടി. അങ്ങനെ കിട്ടില്ല എന്നറിയിച്ചതോടെ ജീവനക്കാരൻ്റെ ബൈക്കിൽ കളിയിക്കാവിളയിൽ എത്തിക്കാമോ എന്ന് ചോദിക്കുന്നു. അതും സാധ്യമല്ലെന്ന് പറഞ്ഞതോടെയാണ് ജീവനക്കാരൻ്റെ ഫോൺ വാങ്ങി സുഹൃത്തിനെ വിളിച്ചത്. അത് ആരാണെന്നുള്ള കാര്യം ഈ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരന് വ്യക്തമായിരുന്നില്ല. പക്ഷെ പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ പാറശാല സ്വദേശിയുടെ സുനിലിൻ്റെ ബന്ധം വ്യക്തമാകുന്നത്. ആ തരത്തിൽ കൃത്യമായി സുനിലിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ഇയാൾക്ക് 2 മെഡിക്കൽ സ്റ്റോറുകൾ തിരുവനന്തപുരത്തുണ്ട്. ഈ മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് ഇയാളാണ്. അമ്പിളിയും ഇയാളും നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തി ഈ വാഹനം വാങ്ങുന്നതിന് വേണ്ടി, ക്വാറിയിലേക്കുള്ള ആവശ്യത്തിനുള്ള വാഹനമാണ്, അതിനുവേണ്ടിയുള്ള യാത്ര നടത്തുന്നുവെന്ന കാര്യം മനസ്സിലാക്കി വളരെ സൗഹാർദ്ദമായി നേരത്തെ തന്നെ ദീപുവിനെ പരിചയമുണ്ടായിരുന്ന അമ്പിളി ദീപുവിൻ്റെ വാഹനത്തിൽ കയറുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് വാഹനത്തിൽ കയറേണ്ടതില്ല എന്നൊരു കാര്യം ദീപു തന്നെ പറയുന്നു. പിന്നീട് നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന്, ആ കളിയിക്കാവിള ഭാഗത്ത് നിന്നാണ് ഇയാൾ വാഹനത്തിൽ പ്രവേശിക്കുന്നത്. ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. അതിനുശേഷമായിരുന്നു ഈ കൊലപാതകം. പക്ഷേ കൊല നടത്തിയ ശേഷം
സുനിലിനെ ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അതിൽ നിന്ന് വളരെ തന്ത്രപരമായി ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറുന്ന ഒരു രീതിയാണ് അയാൾ സ്വീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ഞെട്ടിക്കുന്നൊരു കൊലപാതകമാണ്. ഇന്ന് ദീപുവിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം കളിയിക്കാവിള പോലീസ് മൊഴിയെടുത്തു. കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിൽ 8 അന്വേഷണ സംഘങ്ങളെയാണ് നിയോഗിച്ചിരുന്നത്. അതിൽ തക്കല DYSP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടുന്നത്. മലയത്തെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 7.5 ലക്ഷം രൂപയാണ് ഇങ്ങനെ കവർന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. തോളിൽ തൂക്കിയിട്ടുള്ള ബാഗ്, ആ ബാഗ് ദീപുവിൻ്റെ ബാഗാണ്. ആ ബാഗിനുള്ളിലാണ് 7.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നത്. ഈ തുക കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന് ശേഷം ഉപയോഗിച്ചിരുന്ന വസ്ത്രം അമ്പിളി മലയത്തെ വീട്ടിലെത്തി കത്തിച്ച് കളഞ്ഞു. ആ കത്തിച്ചതിൻ്റെ കുറേ ഭാഗം കണ്ടെടുക്കാനും പോലീസിന് സാധിച്ചു. അമ്പിളിയുടെ കൃത്യമായ ഇടപെടൽ ഈ പണം തട്ടുന്നതിന് വേണ്ടി തന്നെയാണ്. വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി രണ്ടുപേരും ചേർന്ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു. കൊല അമ്പിളി നടത്തുന്നു. ഇനി ഈ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ബ്ലേഡ് മാഫിയയുടെ കൊലവിളിയിൽ ഒട്ടേറെ കുടുംബങ്ങളുടെ കണ്ണീർ വീണിട്ടുണ്ട്. നിരവധി കുട്ടികൾ അനാഥരായിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിലാണ് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഓടക്കാലി സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനി മരിക്കാനുള്ള കാരണം സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് പരാതി. മൈക്രോ ഫിനാൻസിലെ ജീവനക്കാരിൽ ചിലർ വീട്ടിലെത്തിയതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ഇതോടെ 3ഉം 6ഉം വയസ്സുള്ള 2 കുരുന്നുകൾക്ക് നഷ്ടമായത് അവരുടെ അമ്മയെയാണ്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും പണം വായ്പ എടുത്തിരുന്നു. ഇതിന്റെ ഗഡുക്കൾ അടയ്ക്കേണ്ട ദിവസമായിരുന്നു ബുധനാഴ്ച. ഇതിൽ കുടിശ്ശികയും ഉണ്ടായി. ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർ ബുധനാഴ്ച ഇവരുടെ വീട്ടിൽ വന്നതായി ബന്ധുക്കളിൽ ചിലർ പറയുന്നുണ്ട്. എന്നാൽ വീട്ടുകാർ ആരും ഇക്കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുമില്ല. ഇവർക്ക് ഒന്നിലധികം സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും ലോണുകളുണ്ട്. ബുധനാഴ്ച ഒരു ഏജന്റ് പണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തിയിരുന്നുവെങ്കിലും ചാന്ദിനിയുടെ കൈവശം പണം ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് തിരികെ വരാമെന്ന് പറഞ്ഞ് ഏജന്റ് പോയ സമയത്താണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇസാഫ് മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അവർ പൈസ വാങ്ങിക്കാൻ വന്നപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ വീണ്ടും കുട്ടീനോട് പൈസ ആവശ്യപ്പെട്ടു. അപ്പോൾ പൈസ 10 മിനിറ്റിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു. ഇവർ അടുത്ത സ്ഥലത്തേക്ക് കളക്ഷന് പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ഈ കുട്ടി ഇങ്ങനെ ചെയ്തിരുന്നു. ടൈൽ പണിക്കാരനായ ഭർത്താവ് വിഷ്ണുവിനും ചാന്ദിനിക്കും 6ഉം 3ഉം വയസ്സ് പ്രായമുള്ള 2 ആൺകുട്ടികളാണുള്ളത്. ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കുടുംബ പ്രശ്നവും ഇവർക്കിടയിൽ ഇല്ല എന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമാണുള്ളതെന്നും അയൽവാസികൾ പറയുന്നു. സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ച കുറുപ്പംപടി പോലീസ് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരായ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കി. മരണമടഞ്ഞ ചാന്ദിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെരുമ്പാവൂരിലെ ശാന്തിവനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് 18 കൊച്ചി. സാമ്പത്തിക തട്ടിപ്പിൽ ഇരകളാകുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ഒടുവിൽ അതിന്റെ പേരിൽ ലൈംഗിക ചൂഷണം വരെ നടക്കും. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വായ്പ തരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ടായി. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വിളിച്ചു വരുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പിന്നീട് യുവതിയുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി പലർക്കും അയച്ചു കൊടുത്തതായും പോലീസ് പറയുന്നു. കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ സ്വദേശി തുഷാന്താണ് പിടിയിലായത്. യുവതിക്ക് ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞ ഏപ്രിൽ 28-ന്
ആറ്റിങ്ങൽ അവനവഞ്ചേരിയിലുള്ള കെട്ടിടത്തിൽ വിളിച്ചു വരുത്തിയായിരുന്നു അതിക്രമം. ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നുപിടിക്കുകയും വിവസ്ത്രയാക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ പരാതിയിലുണ്ട്. കുതറിമാറിയ യുവതിയുടെ ഫോണിൽ നിന്നും ഫോട്ടോകൾ ഇയാൾ കൈക്കലാക്കി. താല്പര്യത്തിന് വഴങ്ങിയില്ലെങ്കിൽ മോശക്കാരിയായി ചിത്രീകരിക്കുമെന്ന് പിന്നീട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. യുവതിയുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി പലർക്കും അയച്ചുകൊടുത്തതായും പോലീസ് പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിലാണ് പ്രതി അവനവഞ്ചേരി സ്വദേശി തുഷാന്തിനെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IPSന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബിനു വർഗീസ്, ആറ്റിങ്ങൽ ഇൻസ്പെക്ടർ ജയകുമാർ, സബ് ഇൻസ്പെക്ടർ ആദർശ്, പോലീസുകാരായ അനിൽകുമാർ, പ്രശാന്ത്, അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുഷാന്ത് മുമ്പ് സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നത് അന്വേഷിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. ബസ്സുകളിൽ ചില്ലറയെ ചൊല്ലി കണ്ടക്ടർമാരും യാത്രക്കാരും തമ്മിൽ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില്ലറ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് KSRTC കണ്ടക്ടറെ ക്രൂരമായി ആക്രമിച്ച ഒരു കേസിനെ കുറിച്ചുള്ള വാർത്തയാണിത്. ആലപ്പുഴ കോട്ടയം KSRTC ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത്. തർക്കത്തിനിടെ യാത്രക്കാരനായ മുബീൻ കണ്ടക്ടറുടെ കയ്യിൽ കടിച്ച് മുറിവേൽപ്പിച്ചു. തലയ്ക്കും മുഖത്തും മുറിവുകളുണ്ട്. ചുങ്കം സ്വദേശി പ്രതി മുബീനെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ബസ്സിന്റെ കണ്ടക്ടർ സജികുമാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ വലിയ ചുടുകാട് ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റതെന്നുള്ളതാണ് കണ്ടക്ടർ വ്യക്തമാക്കുന്നത്. കയ്യിൽ കടിയേറ്റ മുറിവുണ്ട്, ഒപ്പം തന്നെ മുഖത്തും ഇടിച്ച് മുറിവേറ്റിട്ടുള്ള പാടുകൾ നമുക്ക് കാണാം. ഇപ്പോൾ KSRTC ബസ് ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സ്റ്റേഷന് മുന്നിലാണ്. ഇവർ പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന്, അതായത് ഈ ആക്രമിച്ച ആളെ ഇവിടെ കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിൽ ബസ്സിലെ ജീവനക്കാർ തന്നെ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു. സംഭവം എന്താണ് സംഭവിച്ചത്? ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ചിട്ട് വണ്ടി കോട്ടയമാണ്, വഴി എവിടെ സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വണ്ടി പോയി. വണ്ടി വന്നിട്ട് തിരിച്ച് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇതിന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപ നോട്ട് തന്നു. ചില്ലറ ചോദിച്ച് ചില്ലറയുടെ തർക്കമാണോ പുള്ളിയെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോയത്? ചില്ലറയുടെ തർക്കമല്ല. 500 നോട്ട് തന്നപ്പോഴത്തേക്ക് 20 രൂപയാണ് ചേഞ്ച്. 20 രൂപ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 20 ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 500 നോട്ടിന് അങ്ങ് തിരികെ വാങ്ങിച്ചു, തിരികെ കൊടുത്തു ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ടിക്കറ്റിന്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം 500 ബാലൻസ് 480 തന്നിട്ട് 500 തരുള്ളൂ. കയ്യിൽ തന്ന 500 തിരികെ വാങ്ങിച്ചിട്ട് ബാലൻസ് 480 തന്നിട്ട് 500 തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാനായിട്ട് വണ്ടി ബെല്ലടിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെല്ലടിച്ച സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കയ്യിലിരുന്ന മെഷീനും പൈസയായിട്ട് അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടുന്ന സമയത്ത് മെഷീൻ തെറിച്ച് താഴെ പോയി. കയ്യിരുന്ന പൈസ എല്ലാം തെറിച്ചു പോയി. അപ്പോഴത്തേക്ക് ഞാൻ മെഷീൻ പൊട്ടിയെന്നുള്ളത് നോക്കാണ്ട് ഇറങ്ങാൻ വിട്ടില്ല. ഇറങ്ങാൻ വരാത്ത സമയത്താണ് എന്നെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയും അവിടെ ഒരു ലേഡി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ആണ് തലയിലിടിക്കുകയും മുഖത്തിരിക്കുകയും കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഡോർ അടച്ചിട്ട് മുഖത്ത് മുറിവുണ്ടല്ലേ? മുഖത്ത് മുറിവാണ്. അതിന്റെ പിന്നെ നേരെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വന്ന് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു. കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടോ കടിച്ച പാടുണ്ട്. മുബീൻ എന്ന ചുങ്കം സ്വദേശിയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇവര് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക്, പുന്നപ്ര പോലീസ് സ്റ്റേഷനിലേക്ക് മുബീനെ എത്തിച്ചിട്ടുണ്ട്. KSRTC-കാരിങ്ങനെ കണ്ടക്ടർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഹോൾഡ് ചെയ്തു. വണ്ടിയുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ പുന്നപ്ര സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആയതുകൊണ്ട് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് തുടർ നടപടി സ്വീകരിക്കണം. എന്താണ് നമുക്ക് നിലവിലുള്ളതിനെ പറ്റി പൂർണ്ണ രൂപം മനസ്സിലായിട്ടില്ല. ആലപ്പുഴ സ്വദേശിയാണോ? ആലപ്പുഴ ചുങ്കത്തുള്ളതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. പ്രകോപനം കൂടിയ ഘട്ടത്തിൽ ബസ് ബെല്ലടിച്ച് ഇറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഘട്ടത്തിലാണ് കണ്ടക്ടർ ആക്രമിക്കപ്പെട്ടതെന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കടിച്ച മുറിവേറ്റ പാടുണ്ട്, മുഖത്തുമുണ്ട്, തലയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും മുബീനെ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ക്യാമറ
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ലഹരിയുമായി ഒരിക്കൽ പിടിയിലായാൽ കേസ് നടത്തിപ്പിന് വലിയ തുക തന്നെ വേണ്ടിവരും. വക്കീലിന് കൊടുക്കാനുള്ള പണം കണ്ടെത്താൻ വീണ്ടും ലഹരി ഇടപാടിനിറങ്ങിയ യുവാവാണ് കഥ വിവരിച്ചത്. അങ്കമാലിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 70 ഗ്രാം MDMAയുമായി പിടിയിലായ ഞാറക്കൽ സ്വദേശി അജു ജോസഫ് പോലീസിന് നൽകിയ മൊഴി കൗതുകമുണർത്തി. പോലീസിന്റെ ലഹരി വേട്ടയിൽ ആലുവയിൽ 350 ഗ്രാം MDMAയുമായി പിടിയിലായത് മറ്റൊരു യുവാവാണ്. ആലുവ സ്വദേശി ആസാദിൽ നിന്ന് 1/2 കിലോ കഞ്ചാവും LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലായിരുന്നു ലഹരിമരുന്ന് വേട്ട. ദേശീയപാതയിൽ കരിയാട് സിഗ്നൽ ജംഗ്ഷന് സമീപത്ത് നിന്നാണ് കാറിൽ കടത്തിയ ലഹരിമരുന്നും പോലീസ് പിടികൂടിയത്. 350 ഗ്രാം MDMAയും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുമായി ആലുവ സ്വദേശി ആസാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്നും വന്ന ബസ്സിൽ നിന്നുമാണ് നായരമ്പലം സ്വദേശി അജു ജോസഫിനെ പോലീസ് പിടികൂടുന്നത്. ബംഗളൂരുവിൽ നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്നും ലഹരിമരുന്ന് വാങ്ങി നാട്ടിലെത്തിച്ച് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. നേരത്തെയും ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാണ്. കേസിന്റെ നടത്തിപ്പിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് വീണ്ടും ലഹരിമരുന്ന് വിൽപ്പന രംഗത്തേക്ക് വന്നതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. ആരിൽ നിന്നാണ് ലഹരിമരുന്ന് വാങ്ങുന്നതെന്നും ആർക്കെല്ലാമാണ് വിൽപ്പന നടത്തുന്നതെന്നും വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം റൂറൽ ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അനിൽകുമാറിന്റെയും ആലുവ ഡിവൈഎസ്പി പ്രസാദിന്റെയും നിർദ്ദേശാനുസരണം അങ്കമാലി പോലീസും എറണാകുളം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി ലഹരിമരുന്ന് പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ ഉടമകൾ ശ്രദ്ധിക്കണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും കവർച്ചക്കാരുമൊക്കെ ജോലിക്കെന്ന പേരിലെത്തും. പിന്നീട് പണവുമായി പോകുമ്പോഴാണ് ചതി മനസ്സിലാക്കുക. കൊല്ലം ചടയമംഗലത്ത് ജോലിക്കെന്ന വ്യാജേനയെത്തി മോഷണം നടത്തി മുങ്ങാൻ ശ്രമിച്ച യുവാവ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. നെയ്യാറ്റിൻകര സ്വദേശി രതീഷാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശി രതീഷ് അറസ്റ്റിലായത്. ജോലിക്കായി താമസിപ്പിച്ച ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പണവും ടേബിളിന് മുകളിൽ വച്ചിരുന്ന ടാബും മുറിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ വസ്ത്രങ്ങളും മോഷ്ടിച്ച് ഇയാൾ കടന്നുകളയുകയായിരുന്നു. തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ സഹായത്തോടെയാണ് രതീഷിനെ കസ്റ്റഡിയിലെടുത്തത്. രാത്രിയിൽ രതീഷ് മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കടയുടമയുടെ പരാതിയെ തുടർന്ന് SI മനോജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചി നഗരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നടന്ന 2 കവർച്ചാ കേസുകൾ പോലീസിനെ പോലും ഞെട്ടിച്ചിരുന്നു. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നടന്ന മോഷണങ്ങൾ സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഒടുവിൽ
കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് തിരുവനന്തപുരം സ്വദേശി നസറുദ്ദീൻ ഷായും പ്രായപൂർത്തിയാകാത്ത കോഴിക്കോട് സ്വദേശിയും അറസ്റ്റിലായത്. പനമ്പള്ളി നഗറിലും മരടിലും ആളില്ലാത്ത വീടുകളിലായിരുന്നു മോഷണം. ഈ മാസം 17-ന് പനമ്പള്ളി നഗറിലെ ആളില്ലാ വീട്ടിലും ഇക്കഴിഞ്ഞ ഞായറാഴ്ച മരടിൽ പൂട്ടിക്കിടന്ന വീട്ടിലുമാണ് പ്രതികൾ മോഷണം നടത്തിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 വൻ കവർച്ചകൾ നടത്തിയ സംഘത്തെയാണ് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടിയത്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. 33-കാരനായ തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി നസറുദ്ദീൻ ഷായാണ് പ്രധാന പ്രതി. പ്രായപൂർത്തിയാകാത്ത കോഴിക്കോട് സ്വദേശിയെയും ഒപ്പം കൂട്ടിയായിരുന്നു മോഷണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും നസറുദ്ദീനെതിരെ കേസുകളുണ്ട്. പനമ്പള്ളി നഗറിൽ സ്റ്റീഫൻ ലൂയിസ് എന്നയാളുടെ വീട്ടിൽ നിന്നും കവർന്നത് 1 ലക്ഷം രൂപയിലേറെ. സ്റ്റീഫൻ ലൂയിസ് മകനെ കാണാൻ മുംബൈയിൽ പോയപ്പോഴായിരുന്നു മോഷണം. വീട്ടിൽ സ്ഥാപിച്ച 10-ലേറെ CCTV ക്യാമറകളിലും മുഖം മറച്ച പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. മകളെ കാണാൻ ബംഗളൂരുവിലേക്ക് പോയ വ്യക്തിയുടെ വീട്ടിലാണ് മരടിൽ മോഷണം നടത്തിയത്. 3.5 ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളടക്കം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ടയിൽ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോകാൻ പോലീസുകാരില്ല. പത്തനംതിട്ട KAP 3-ൽ നിന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചത് ഒരാൾ മാത്രമാണ്. ജില്ലയിലെ സ്റ്റേഷനുകളിൽ 130 ഒഴിവുകൾ ഉള്ളപ്പോഴാണ് ഈ അവസ്ഥ. സമീപകാലത്ത് സ്റ്റേഷനുകളിൽ നേരിടുന്ന പ്രതിസന്ധിയും മാനസിക സംഘർഷവും തന്നെയാകാം ഇത്തരമൊരു താൽപര്യക്കുറവിന് കാരണമെന്നാണ് നിഗമനം. മുൻപ് ബറ്റാലിയനിൽ നിന്ന് ഏത് വിധേനയും സ്റ്റേഷനിലെത്താനായിരുന്നു പോലീസുകാരുടെ ആഗ്രഹം. അതൊക്കെ ഇപ്പോൾ പഴങ്കഥ. പത്തനംതിട്ടയിലെ സ്റ്റേഷനുകളിൽ 130 പോലീസുകാരുടെ ഒഴിവുണ്ട്. KAP 3-ാം ബറ്റാലിയനിലെ പോലീസുകാരോട് സന്നദ്ധത തേടിയപ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് താൽപര്യമറിയിച്ചത് ഒരേ ഒരാൾ. സമീപകാലത്ത് സേനാംഗങ്ങൾ സ്റ്റേഷനുകളിൽ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ് ഇത്തരമൊരു താൽപര്യക്കുറവിന് കാരണം. അമിത ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും കാരണം പലരും അഭയം തേടുന്നത് ആത്മഹത്യയിൽ. ജീവനൊടുക്കുന്നതിന് ആരോഗ്യ പ്രശ്നം ഉൾപ്പെടെ മറ്റു കാരണങ്ങളുമുണ്ട്. ഈ മാസം ഒരാഴ്ചക്കിടെ മാത്രം ആത്മഹത്യ ചെയ്തത് 5 പോലീസുകാർ. SI തസ്തിക ഉപേക്ഷിച്ച് ഹവിൽദാർ തസ്തികയിലേക്ക് മടങ്ങിയതും വാർത്തയായി. സ്റ്റേഷൻ ഡ്യൂട്ടിയായാലും ക്യാമ്പിൽ തുടർന്നാലും ഒരേ ശമ്പളമാണ്. തലവേദനകളില്ലാതെ ക്യാമ്പിൽ തുടരുന്നതാണ് സുരക്ഷിതമെന്ന് ബഹുഭൂരിപക്ഷവും കരുതുന്നു. BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യപിച്ചെത്തുന്ന ജീവനക്കാരെ പിടികൂടാനാണ് KSRTC ബ്രത്ലൈസർ വാങ്ങിയത്. അതിനായി ലക്ഷങ്ങൾ തുക ചെലവഴിച്ചു. പിന്നാലെ എല്ലാ ഡിപ്പോകളിലും പരിശോധനയും നടക്കുന്നുണ്ട്. ഇങ്ങനെ എറണാകുളം കോതമംഗലം KSRTC ഡിപ്പോയിൽ പരിശോധന നടത്താനെത്തിയ മെഷീൻ തകരാറിലായത് വാക്കേറ്റത്തിൽ കലാശിച്ചു. രാവിലെ ഡിപ്പോയിലെത്തിയ ഉദ്യോഗസ്ഥർ 50-ലധികം പേരെയാണ് പരിശോധിച്ചത്. മദ്യം തീരെ ഉപയോഗിക്കാത്തവരടക്കം മദ്യപിച്ചിരിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതാണ് വാക്കേറ്റത്തിന് കാരണമായത്. ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്ന ജീവനക്കാരെ പിടികൂടാനുള്ള KSRTCയുടെ പരിശോധനയാണ് തുടക്കത്തിൽ തന്നെ പാളിയത്. കോതമംഗലം KSRTC ഡിപ്പോയിൽ ബ്രത്തലൈസർ മെഷീനുമായി രാവിലെ ഇൻസ്പെക്ടർമാരായ രവിയും സാംസണും ഉൾപ്പെടുന്ന സംഘമെത്തി. സർവീസിന് പോകാൻ വന്ന ജീവനക്കാരെ പരിശോധിക്കുകയായിരുന്നു ഉദ്ദേശം. ഇതിനിടയിൽ രാവിലെ 8 മണിക്ക് പാലക്കാട് സർവീസ് പോകാൻ വന്ന കണ്ടക്ടർ PV ബിജുവിനെ ബ്രത്തലൈസറിൽ ഊതിച്ചു. മെഷീനിൽ മദ്യത്തിന്റെ സാന്നിധ്യമായി രേഖപ്പെടുത്തിയത് 39%. എന്നാൽ മദ്യം കഴിക്കാത്ത ബിജു ഇതിനെ എതിർത്തു.
ഇത് ഉദ്യോഗസ്ഥനും KSRTC ജീവനക്കാരും തമ്മിലുള്ള വാഗ്വാദത്തിലെത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററും ബിജുവിന്റെ വാദം ശരിവെച്ചു. ഇതോടെ സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സെബാസ്റ്റിനെ ഊതിക്കാനായി തീരുമാനം. പരിശോധിച്ചപ്പോൾ മദ്യത്തിന്റെ സാന്ദ്രത 40%. തുടർന്ന് റഷീദ എന്ന ജീവനക്കാരിയെ ഊതിച്ചപ്പോൾ അളവ് 48%. സ്റ്റോർ ജീവനക്കാരിയായ അമ്പിളി ഊതിയപ്പോൾ 40%. ഇതോടെ ഊതിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ കൂടി ഊതിയിട്ട് പോയാൽ മതിയെന്നായി ജീവനക്കാർ. അങ്ങനെ ഇൻസ്പെക്ടർ രവി ഊതിയപ്പോൾ മദ്യത്തിന്റെ അളവ് 45%. ഇതോടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി. ഒടുവിൽ തകരാറിലുള്ള ബ്രത്തലൈസറുമായി പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ സ്ഥലം കാലിയാക്കി. വലിയ തുക കൊടുത്തു വാങ്ങിയ മെഷീൻ തകരാറിലായതിൽ KSRTC തന്നെ മറുപടി പറയേണ്ട അവസ്ഥയാണ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ 4 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണവുമായി കുടുംബം. കട്ടപ്പന സ്വദേശികളായ വിഷ്ണു അതുല്യ ദമ്പതികളുടെ മകൾ ആദികയുടെ മരണത്തിലാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സഹകരണ ആശുപത്രിയിൽ നിന്നും അമിത ഡോസിൽ മരുന്ന് നൽകിയതും തുടർ ചികിത്സ നൽകാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപിക്കുന്നത്. കഴിഞ്ഞ 14-നാണ് LKG വിദ്യാർത്ഥിയായ ആദിക കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 12-ാം തീയതി പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും നൽകിയ മരുന്നുകൾ കുട്ടിക്ക് നൽകിയെങ്കിലും 14-ന് പനി കൂടി. ഇതേ തുടർന്ന് കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. ശിശുരോഗ വിദഗ്ധർ അവധിയിൽ ആയിരുന്നുവെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു. ഹൃദയമിടിപ്പ് കൂടുതൽ ആണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. മുൻപ് കൂടുതൽ അളവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു. ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിലാണ് കുട്ടിയെ കാണിച്ചതെന്ന് വീട്ടുകാർ ഡോക്ടറോട് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് കുട്ടിക്ക് മറ്റു കുഴപ്പമില്ല എന്നും വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. വീട്ടിൽ എത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയെങ്കിലും കുട്ടി മരണപ്പെട്ടു. ഞങ്ങൾ ചേറ്റുവിലെ സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മരുന്ന് വന്നേ തോന്നി. അവരെന്നലെ തന്നെ പറഞ്ഞു അതങ്ങനെ സംഭവിക്കുന്നതല്ല, അങ്ങനെ മരുന്നിൽ പറഞ്ഞു. അപ്പൊ ഈ സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മരുന്നിന്റെ ബില്ലും കാര്യങ്ങളും എന്റെ ഉണ്ടായിരുന്നു. ചേറ്റുകുഴിയിലെ ചികിത്സാ പിഴവ് പുറത്തറിയിക്കാതിരിക്കാൻ കട്ടപ്പന സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർ ചികിത്സ ലഭ്യമാക്കുകയോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞുവിട്ടു. കുട്ടിയുടെ മരണത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പോലീസിലും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധർ ഉള്ള ആശുപത്രിയിലെത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായി സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ. ഒളിവിൽ കഴിഞ്ഞിരുന്ന കഞ്ചാവ് കേസ് പ്രതിയെ 1 കിലോയിലധികം കഞ്ചാവുമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പിടിയിലായത് കോതമംഗലം കോട്ടപ്പടി സ്വദേശി ബൈജു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകൻ അറസ്റ്റിൽ. 23-കാരനായ ശ്യാമിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴക്കാലമാണ്. കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ വിലസുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ CCTVയും
നായയുമൊക്കെ കാണും. എങ്കിലും വീട്ടിൽ മോഷണം ഒഴിവാക്കാൻ പോലീസ് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വാതിലിന്റെ പൂട്ടുകൾ ഭദ്രതയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ജനൽപ്പാളികൾ രാത്രി അടച്ചിടുക. അപരിചിതർ കോളിംഗ് ബെല്ലടിച്ചാൽ വാതിൽ തുറക്കാതിരിക്കുക. അപരിചിതരായ സന്ദർശകർ, യാചകർ, വീട്ടിൽ വരുന്ന കച്ചവടക്കാർ, വഴികളിലൂടെ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ സംശയാസ്പദമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ എന്നിവരെ ശ്രദ്ധിക്കുക. സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. അഞ്ചാം വർഷത്തിന്റെ ഭാഗമായി തടവുകാരെ വിട്ടയക്കാനുള്ള ശുപാർശയാണ് സർക്കാർ തേടിയതെന്ന് സർക്കാർ പറയുമ്പോഴും അത് വിശ്വസനീയമല്ല. TPK പ്രതികളെ വീണ്ടും സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇന്നലെ വൈകിട്ടും അതിൽ ശ്രമം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളിക്കളഞ്ഞു. ഒരു തരത്തിലും ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകില്ല. ശിക്ഷാ ഇളവിന് അർഹരായവരല്ല ഈ കേസിലെ പ്രതികൾ. ഹൈക്കോടതി വിധി കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജ് അക്കാര്യം